നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആഷ്ന രജസ് ബി. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ഞാനിപ്പോൾ നിംസ് ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകരയിൽ JRI പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്തത് അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് MBBSനായി ചൂസ് ചെയ്യുന്ന ഒരു വിദേശ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് FMG ക്ലിയർ ചെയ്ത് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതും എൻ്റെ കോളേജിൽ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സാണ്. തജിക്കിസ്ഥാനിലെ A ഗ്രേഡ് യൂണിവേഴ്സിറ്റിയാണ് അവിസന്ന. ഈ കോളേജ് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്ലിനിക്കൽ എക്സ്പോഷർ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഞങ്ങളുടെ ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലെക്ചറേഴ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വളരെയധികം ഫലപ്രദമായിരുന്നു. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുവാനും എക്സാമുകൾ ഈസിയായി പാസ് ആകുവാനും ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ സ്റ്റഡീസ് വരെ വളരെയധികം ക്ലിനിക്കൽ എക്സ്പോഷർ ആണ് അവിസന്നയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓരോ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുവാനും പ്രൊഫസേഴ്സിനെ ഓരോ പ്രൊസീജിയേഴ്സിൽ അസിസ്റ്റ് ചെയ്യുവാനും ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ അനാട്ടമി സ്റ്റഡീസിൽ ഞങ്ങൾക്ക് കഡാവറിക് ഡിസെക്ഷൻ ഉണ്ടായിരുന്നു. അവിസന്നയെ സംബന്ധിച്ചിടത്തോളം 27 ഓൺ ഹോസ്പിറ്റൽസ് അവരുടെ കീഴിൽ തന്നെ വരുന്നുണ്ട്. സർജറി, ഗൈനക്കോളജി, ജെറിയാട്രിക്സ്, പീഡിയാട്രിക്സ് അങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേക ആശുപത്രികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പോഷർ അത്രയും നല്ലതായിരുന്നു. അവിസന്നയുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ പേരാണ് കോർപ്പസ് ഹോസ്പിറ്റൽ. തജിക്കിസ്ഥാനിലെ ഒട്ടുമിക്ക റെഫറൻസ് കേസസുകളും ജനറൽ സർജറീസും ആ ഹോസ്പിറ്റലാണ് പെർഫോം ചെയ്യാറുള്ളത്. കോർപ്പസ് ഹോസ്പിറ്റൽ ഒരു 100 acres പ്രോപ്പർട്ടിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പീഡിയാട്രിക് ഹോസ്പിറ്റലായ ഇസ്തിക്ലോൽ പീഡിയാട്രിക് ഹോസ്പിറ്റലും അവിസന്നയ്ക്ക് സ്വന്തമാണ്. അവിസന്നയുടെ ഫസ്റ്റ് ക്യാമ്പസായ മെഡ്ഗരാദോ ക്യാമ്പസിലും സ്വന്തമായ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്. വിദേശത്ത് MBBS പഠിക്കാൻ പോകുന്നവരുടെ മറ്റൊരു മെയിൻ കൺസേൺ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. എന്നാൽ ഫസ്റ്റ് ഇയർ മുതൽ 5 ഇയർ വരെയുള്ള സ്റ്റഡീസിൽ ഞങ്ങൾക്ക് ആ ഒരു കാര്യം ഓർത്തിട്ട് ഒട്ടും തന്നെ ബോധറാവേണ്ടി വന്നിട്ടില്ല. ഹോസ്റ്റലിൽ കേരള സ്റ്റൈൽ ഫുഡ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫുഡൊന്നും ഒരിക്കലും ഒരു കൺസേൺ ആയി വന്നിട്ടില്ല. ഫുഡിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി കേരളത്തിൽ നിന്ന് 4 കുക്കുകൾ ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ ഫെസിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ റൂം, ഡബിൾ റൂം, ട്രിപ്പിൾ റൂം, ഷെയറിംഗ് റൂം ഇങ്ങനെയായിരുന്നു റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ സൗകര്യാർത്ഥം ഏത് വേണോ ചൂസ് ചെയ്യാമായിരുന്നു. വളരെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് വാർഡൻസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാലും അവരുടെ സാന്നിധ്യം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ MBBS ജേണിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ബെറ്ററായി നടന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നിവിടെ ഒരു നല്ലൊരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നത്. ഇതിനെല്ലാം കാരണം ഹാർവസ്റ്റ് എബ്രോഡ് എന്ന സ്ഥാപനവും അവിനാഷ് സാറുമാണ്. താങ്ക്സ് ടു ഹാർവസ്റ്റ് എബ്രോഡ് ആൻഡ് താങ്ക്സ് ടു അവിനാഷ് സാർ.